ഇന്നത്തെ റെസിപ്പി ഇപ്പോഴത്തെ ദുബായ് വൈറൽ ചീസ് കേക്കാണ്. ഇത് പേര് കേൾക്കുമ്പോൾ തോന്നും ഉണ്ടാക്കാൻ കുറേ മെനക്കെടാണെന്ന്. പക്ഷേ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ 3 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മഞ്ഞയും വൈറ്റും വേറെ വേറെ ആക്കട്ടെ. ഈ മഞ്ഞയിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മൈദാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മുട്ടക്ക് 1/4 കപ്പ് മൈദാണ് വേണ്ടത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി കുറച്ചും കൂടെ പാലിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. 1/4 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 1/2 കപ്പ് പാലാണ് വേണ്ടി വന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ മാറ്റി വെക്കട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് മുട്ടയുടെ മഞ്ഞളിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. കട്ടകളൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കണേ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 160 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇനി പാനിൽ വെച്ചിട്ടാണ് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കട്ടോ. അപ്പോഴേക്കും നമുക്കൊരു ക്രീം റെഡിയാക്കി എടുക്കാം. ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കണമെങ്കിൽ. ഇതിൽ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ ഇത്. അപ്പോൾ ഇതാ നമ്മളൊരു ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ അടുത്ത പീസോട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും ക്രീം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതിട്ടോ. ഒരുപാട് ഫിനിഷിംഗ് ഒന്നും വേണ്ട. ഇതിൻ്റെ മേലെ നമ്മൾ ചെഡാർ ചീസ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും ചീസ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണേ. ഇത് കേക്കിൻ്റെ മേലെ ചെഡാർ ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ കഴിച്ച് നോക്കിയാൽ തന്നെ കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.